വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓണമൊക്കെ വരികയല്ലേ, നമുക്ക് ഒരു എരിശ്ശേരി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1 പയർ ഇവിടെ ഒരു 1/4 കപ്പ് ഞാനൊരു ഹാഫ് വേവിന് വേണ്ടിയിട്ട് വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി വേണ്ടത് മത്തങ്ങയാണ്. മത്തങ്ങ ഒരു 1/4 കിലോ മത്തങ്ങ ഇവിടെ അരിഞ്ഞു ഞാൻ വെള്ളത്തിലെടുത്തിട്ടുണ്ട്. ഇതുകൂടെ നമുക്ക് ഈ പാതി വേവായ മത്തങ്ങ പയറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഓക്കെ, നമുക്ക് ഇതൊന്ന് കൂട്ടി വെച്ചിട്ട് വേകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് അരപ്പൊന്ന് തയ്യാറാക്കാം. നേരത്തെ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിവിടെ വെച്ചേക്കുന്നത്. ഒത്തിരി വെള്ളം വേണ്ട, നമുക്ക് ചാറായിട്ടല്ല, നമ്മൾ ഒരു കുറുകിയ പരുവത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കതിനുള്ള നമ്മുടെ മത്തങ്ങയ്ക്കും പയറിനുമുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇടിയോറിലാണ് എടുത്തിരിക്കുന്നത്. ഇടിയോറിൻ്റെ അകത്തേക്ക് നമുക്ക് അത്യാവശ്യത്തിന് ഇച്ചിരി മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3-4 ഉള്ളിയാണ്. ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചെറിയ വെളുത്തുള്ളി അല്ലി, ഒരു 4 വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായിട്ടുള്ളത് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന്, പിന്നെ അതിനകത്തേക്ക് വേണ്ടത് നമ്മുടെ ജീരകമാണ്. ഒരു ടീസ്പൂൺ ജീരകം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഇതൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങയും കൂടെ കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം. ആദ്യം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാവേ. ഓക്കെ, ഇത് ഫ്രിഡ്ജിൽ ഇരുന്ന് തേങ്ങയാണ്. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ വറുക്കുകയും വേണം. ഓക്കെ, അപ്പം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിനകത്തേക്ക് ഇതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മത്തങ്ങ എന്തായെന്ന് നോക്കാം. അപ്പം നമ്മുടെ മത്തങ്ങായി ഇവിടെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. മത്തങ്ങായും പയറും നന്നായിട്ട് ഉടഞ്ഞില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണേ. ഓക്കെ, അധികം വെള്ളം വേണ്ട. ഇതുപോലെ കുറുകിയ രീതിയിൽ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഓക്കെ, അപ്പം നല്ലപോലെ ഇത് കുറുകി വന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഞാൻ ചേർത്തിരുന്നത്, ഞാൻ മുളകിൻ്റെ കാര്യം മറന്നുപോയി. നമുക്ക് 2 കാന്താരിയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചതച്ച് ചേർക്കാം ഈ സമയത്ത്. ഓക്കെ, നമുക്ക് ഇതൊന്ന് ചെറിയ തീയിൽ ഇങ്ങനെ ഒന്ന് ഇത് മൊത്തം കൂടെ ഇത് മുകളിലോട്ട് മൂടിയിട്ട് നമുക്ക് ആവി കയറാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അരച്ച കാന്താരിയും കൂടെ 4 കാന്താരി ഉണ്ട്, അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ആവി വരുന്നുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, താഴെ ആവി വന്നു. ഇനി ഒരു കുറച്ച് 2 മിനിറ്റ് നേരം കൂടെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുത്താൽ മതി. ഓക്കെ, ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഓക്കെ, ഇത്രയും ഒരു മുറുകിയിരുന്നാൽ മതി. അപ്പം ഒന്നുകൂടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് 2 മിനിറ്റിന് അടച്ചു വയ്ക്കാം. ഇത് നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയല്ല, നമ്മുടെ ഉള്ളിയും തേങ്ങയും കൂടെ വറുത്ത് ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പം നമുക്ക് തേങ്ങ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നിട്ട് നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി ഇതൊന്ന്, ഞാൻ ഇച്ചിരി നെയ്യാണ് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത്. നമുക്കിതൊന്ന് ഇളക്കി ഇതൊരു ചെറിയ
ഇളം ചുവപ്പ് നിറമാകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ചെറിയ ഉള്ളി ഞാനിവിടെ ഒരു 5-6 അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും പിന്നെ നമ്മുടെ ഉണക്കമുളക് ഇത്രയും കൂടെ മൂപ്പിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കും. ഓക്കെ, ഇതൊന്ന് മൂത്ത് വരട്ടെ. അപ്പം നമ്മുടെ തേങ്ങ ഇളം ചുവപ്പായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ചെറിയ ഉള്ളി അതും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. നെയ്യുടെ നല്ല മണം ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് രണ്ടും കൂടെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഉണക്കമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഉള്ളിയും തേങ്ങായും ഒക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഉള്ളി ചെറിയ ഉണക്ക മുളക് കൂടി ഇട്ടു. അത് മൂത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇത് നമ്മുടെ മത്തങ്ങയും പയറും പരലിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, കമൻറ്റിൽ ലൈക്കും ഒക്കെ ചെയ്യണം. ഞാൻ പുതിയൊരു വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇത് നമ്മുടെ ഓണക്കോത്തിൽപ്പെട്ട ഒരു വിഭവമാണ്. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്കിതൊന്ന് സെർവ് ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. സെർവ് ഡിഷിലേക്ക് നമുക്കിതൊന്ന് മാറ്റി അതൊന്ന് ടേസ്റ്റ് ചെയ്യും. അതാണ്ടോ നമ്മുടെ അടിപൊളി എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളും കമൻറ്റുകളും ലൈക്കുകളും ഒക്കെ ചെയ്യണം. അപ്പം നമുക്ക് പുതിയ വീഡിയോയായി വീണ്ടും കാണാം. അതിന് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്. ബൈ.